കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനത്തിനായി ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് അല്പാൽപമായി ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനും പഠിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൃത്യയാലെ അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം കടന്നു വരുവാനിടയായി. പത്രോസിൻ്റെ പ്രധാന പ്രസംഗങ്ങൾ, 3 പ്രധാന പ്രസംഗങ്ങൾ അതിൻ്റെ ആരംഭാധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ആമുഖമായി ഞാൻ പറയുകയുണ്ടായി. അതിൽ പ്രധാനമായും പത്രോസിൻ്റെ 3 പ്രസംഗങ്ങൾ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിലെ പത്രോസിൻ്റെ പ്രസംഗം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നതിൻ്റെ പിന്നാലെ അവിടെ കൂടി വന്നവരോടുള്ള പത്രോസിൻ്റെ പ്രസംഗം. ആ സംഭവത്തിന് ശേഷം യഹൂദന്മാർ തനിക്ക് വിരോധമായി എഴുന്നേറ്റ് പത്രോസിനെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും ഒക്കെ പിടിച്ച് അവരോട് അതിൻ്റെ വിശദീകരണം ചോദിക്കുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 3-ാമത്തെ ഒരു ലഘു സംഭാഷണവും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 3 പ്രസംഗങ്ങൾ പ്രധാനമായും ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ 3 പ്രസംഗങ്ങളിലൂടെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ് സുവിശേഷം, യേശുക്രിസ്തു എന്താണ് നമുക്ക് ദാനം ചെയ്തത്, പിതാവായ ദൈവം ക്രിസ്തുയേശുവിൽ കൂടെ നിർവഹിച്ച ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ പദ്ധതി എന്തായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം വളരെ സവിസ്തരമായി ദൈവവചനത്തിൻ്റെ ആധികാരികതയോടുകൂടെ പഴയ നിയമ ഉദ്ധരണികളെ എടുത്തു പറഞ്ഞ് പത്രോസ് സ്ഥാപിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന 3 സന്ദേശങ്ങളാണ് ഈ വേദഭാഗം എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കേവലം നമുക്കതിനെ ഒരു പ്രസംഗമായി മാത്രം കാണാതെ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം, അതിനൊരു നാളും മാറ്റം വന്നിട്ടില്ല. ഇന്നും അത് ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ഒരുപക്ഷെ അതിനോട് മായം ചേർക്കുന്നവരായും അതിനോട് കുറയ്ക്കുന്നവരായും ഒക്കെ പല നിലകളിൽ സുവിശേഷത്തിന് വെല്ലുവിളികൾ കാലഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇന്നും സത്യസുവിശേഷം അനുസരിച്ച് തങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുന്ന അനേകരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നും അതേ ശക്തിയോടെ ആ ദൈവത്തിൻ്റെ വചനം പരക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാലങ്ങൾ പലത് കഴിഞ്ഞുവെങ്കിലും ഇന്നും അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ നമുക്ക് ധൈര്യം പകരുന്നൊരു കാര്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ 3-ാം അധ്യായത്തിലെ ആ പ്രസംഗത്തിൻ്റെ ചില ഉള്ളടക്കം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷം എന്നാൽ എന്താണ്, അതിനെ ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ ഈ ചിന്ത നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ വേദപുസ്തകത്തിൻ്റെ ഇതര താളുകളിൽ കൂടെ ഒക്കെ നമുക്ക് കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും സുവിശേഷത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ദൈവസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ പത്രോസ് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ നിന്ന്, ഈ 3 പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് ആധികാരികമായി എന്താണ് പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ചില വേദഭാഗങ്ങളാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ച്, ആ സംഭവത്തെ ലൂക്കോസ് വിവരിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെ തുടർന്ന് ഞാൻ പറഞ്ഞു, 2-ാം അധ്യായത്തിൽ ഉപയോഗിച്ച അതേ പാറ്റേൺ തന്നെയാണ് 3-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ പെന്തക്കോസ്ത് നാളിൽ നടന്ന സംഭവത്തെ അങ്ങനെ ലൂക്കോസ് എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്ത് തൻ്റെ പ്രസംഗത്തിലൂടെ കേൾവിക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്താണ് ഈ സംഭവിച്ചത്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് തൻ്റെ പ്രസംഗത്തിൽ. 3-ാമതായി നമ്മൾ കാണുന്നത് ആ അനുഭവത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിനുശേഷം എന്താണ് അവിടെ കൂടി വന്നതിലുണ്ടായ അനുഭവം എന്താണ് എന്ന കാര്യം കൂടെ രേഖപ്പെടുത്തിയാണ് 2-ാം അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് 3-ാം അധ്യായത്തിൽ.
ഒരു മനുഷ്യൻ സൗഖ്യമാകുന്നു. എന്താണ് അവിടെ നടന്നതെന്ന് അതേപടി എഴുതിയിരിക്കുന്നു. അതിനുശേഷം പത്രോസ് കൂടി വന്നവരോട് നിങ്ങൾ ഈ കണ്ട കാര്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് തൻ്റെ പ്രസംഗം. ഒടുവിലായിട്ട് നമ്മൾ വരുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി ദൈവമക്കൾക്കുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ആ അധ്യായം അല്ലെങ്കിൽ ആ സംഭവം പര്യവസാനിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ എഴുത്തിൻ്റെ ഒരു പാറ്റേൺ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് വായിക്കുന്നു. വീണ്ടും അതിലേക്ക് പോകുന്നില്ല. നമ്മളിവിടെ വായിക്കുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പത്രോസ് യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് അവർ ഭിക്ഷ ചോദിക്കുന്നു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവന്റെ വലങ്കൈക്ക് പിടിച്ചവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അപ്പോൾ വലിയൊരു പുരുഷാരം അവിടെയുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് കണ്ടപ്പോൾ അവരെല്ലാം വളരെ പരിഭ്രമിച്ച് വിസ്മയം പൂണ്ട് അവരവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഇത് ഒരു നല്ല സന്ദർഭമായി പത്രോസിന് മനസ്സിലായി. അവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ, അവരോട് യേശുവിനെ കുറിച്ച് സംസാരിക്കാനുള്ളൊരു നല്ല, അല്ലെങ്കിൽ അവരോട് സംഭാഷിക്കാനുള്ളൊരു നല്ല സന്ദർഭമായി പത്രോസ് അതിനെ കാണുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 26 വരെ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിന്റെ സംഭാഷണമാണ്. ഇന്ന് രാത്രി നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. ആ സംഭാഷണങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് വെളിപ്പെടുത്തിയ, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചതായ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേതെന്ന് പേരുള്ള മണ്ഡപത്തിൽ, ഒരു പോർട്ടിക്കോയാണ് ദൈവാലയത്തെ സംബന്ധിച്ച് ശലോമോന്റെ മണ്ഡപം എന്ന് നമ്മളിവിടെ മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒന്ന് നോക്കിയാട്ടെ. 10-ാം അധ്യായം എൻ്റെ 23-ാം വാക്യത്തിലും കർത്താവായ യേശു ക്രിസ്തുവും ഈ പോർട്ടിക്കോയിൽ പല സന്ദർഭങ്ങൾ നടക്കുകയും ദൈവവചനം ഉപദേശിക്കുകയും ചെയ്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 23-ാം വാക്യം കൊണ്ട് നോക്കിയാട്ടെ. അവിടെ പൊതുവിൽ അവിടെ പല സന്ദർഭങ്ങളിൽ അവിടെ ഒരുമിച്ച് കൂടാനുള്ള ഒരു പോർട്ടിക്കോ ആയിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. ശലോമോന്റെ മണ്ഡപം എന്നുള്ള ആ പേരിൽ അത് അറിയപ്പെടുന്നു. അങ്ങനെ ആ സ്ഥലത്ത് അവരെല്ലാം കൂടെ ഓടിക്കൂടി. അപ്പോൾ അവരോട് സംഭാഷിക്കാനുള്ള ഒരു വേദിയായിട്ട് അത് മാറി. അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരമായി പത്രോസ് അതിനെ കാണുകയാണ്. അപ്പോൾ ഈ നടന്ന അത്ഭുതത്തിന്റെ പിന്നാലെ അവർ വിസ്മയം പൂണ്ടത്, എന്താ സംഭവിച്ചത്? ഇത്രയും വർഷമായിട്ട് മുടന്തനായൊരു മനുഷ്യൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യനാണ്, പെട്ടെന്ന് പൂർണ്ണമായൊരു സൗഖ്യം വന്നത് കണ്ടപ്പോൾ ജനത്തിന് വലിയ പരിഭ്രമം ഉണ്ടായി. ആ സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരോട് യേശുവിനെ കുറിച്ച് പത്രോസ് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ആ സന്ദർഭത്തെ പത്രോസ് ഉപയോഗപ്പെടുത്തി അവരോട് സംസാരിക്കാൻ തുടങ്ങിയാണ്. നമ്മൾ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജനത്തിന്റെ എല്ലാം ശ്രദ്ധ ഈ മുടന്തനായ മനുഷ്യനിലാണ്. നിശ്ചയമായിട്ടും ആ മനുഷ്യനുണ്ടായ മാറ്റവും അദ്ദേഹത്തിന്റെ ഈ സന്തോഷമൊക്കെ കണ്ട് അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. മാറി മാറി അപ്പോസ്തലന്മാരെ നോക്കി കാണും. എന്നാൽ നമ്മൾ ആ പ്രസംഗത്തിന്റെ ആരംഭം ചിന്തിക്കുമ്പോൾ, 12-ാം വാക്യം ചിന്തിക്കുമ്പോൾ, ഈ രണ്ട് കൂട്ടരിൽ നിന്നുമുള്ള ശ്രദ്ധ പത്രോസ് മനഃപൂർവ്വം മാറ്റിയിട്ട് യേശുവിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. 12-ാം വാക്യം ശ്രദ്ധിച്ചേ. ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? നോക്കുക, ആ രണ്ട് വാക്യങ്ങളിലൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ പത്രോസ് അവിടെ വളരെ വ്യക്തമായിട്ട്, വളരെ അധികാരമായി തന്നെ പത്രോസ് പറയുകയാണ്, ഇത് ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്, ഞങ്ങളെ നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്? അപ്പോൾ ഈ മുടന്തനായ മനുഷ്യനെ കണ്ടുകൊണ്ട് അവർ ആശ്ചര്യപ്പെടുന്നു. അപ്പോസ്തലന്മാരെ മാറി മാറി നോക്കുന്നുണ്ട്. എന്നാൽ പത്രോസിന്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ തന്നെ യേശുവിലേക്ക്, കർത്താവിലേക്ക് അവരുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 12-ാം വാക്യത്തിലും 13-ാം വാക്യത്തിന്റെ ആരംഭത്തിലും നമ്മളിത് കാണുവാൻ കഴിയുന്നുണ്ട്.
ഇനി അത് മാത്രമല്ല, തുടർന്നങ്ങോട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പത്രോസ് വിവരിക്കാൻ തുടങ്ങിയാണ്. 13-ാം വാക്യം വായിക്കാം. 13-ാം വാക്യം. മതി, നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. നമുക്കറിയാം, പത്രോസിൻ്റെ കേൾവിക്കാരിൽ ഭൂരിപക്ഷവും യഹൂദന്മാരാണ്, യഹൂദാ പശ്ചാത്തലമാണ് അവിടെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ നടക്കുന്ന സംഭവത്തിന് പഴയ നിയമവുമായിട്ടുള്ള അതിൻ്റെ ബന്ധം, ന്യായപ്രമാണവുമായി അതിനുള്ള ബന്ധം, അത് നന്നായിട്ട് അത് പത്രോസിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ദാസനായി അവിടെ ചിത്രീകരിക്കുന്നു. ആ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുവാൻ ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നു. അതുമാത്രമല്ല, പിതാവ് അവനെ മഹത്വപ്പെടുത്തി എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ദൈവരാജ്യം അതേ വന്നെത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രദർശനമായി പിതാവ് തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കയ്യാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു എന്നുള്ള ചിന്തയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വിശ്വസിക്കുവാനോ യേശുവിനെ അംഗീകരിക്കുവാനോട്ടോ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പത്രോസരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലേക്ക് അവൻ വന്നു, ദൈവത്തിൻ്റെ ദാസനായ യേശുവിനെ, പഴയ നിയമത്തിൻ്റെ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിൻ്റെയും എല്ലാം പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞിട്ട് തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞ് ആ പഴയ നിയമമായുമുള്ള ആ ബന്ധം, പഴയ തിരുവെഴുത്തുമായിട്ടുള്ള ബന്ധത്തെ എല്ലാം സ്ഥാപിച്ച് പറഞ്ഞതിന് ശേഷം 4 കാര്യങ്ങൾ അവിടെ പത്രോസ് എടുത്തു പറയുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ പക്ഷേ ഈ യേശുവിനെ എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, 14 വാക്യം വായിച്ചോട്ടെ. 14 വാക്യം. ജീവദായകനെ കൊന്നുകളഞ്ഞു. മതി. അപ്പോൾ ആ വാക്യത്തിനകത്ത് 4 കാര്യങ്ങൾ. നിങ്ങൾ അവനെ കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു. നോക്കുക, യേശുവിനെ നിങ്ങൾ കൊല്ലുവാനായിട്ട് ഏൽപ്പിച്ചു. രണ്ടാമതവിടെ പറയുന്നുണ്ട്, നിങ്ങൾ പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്തു? നിങ്ങൾ തള്ളിപ്പറഞ്ഞു, ഇല്ലേ? നീതിമാനായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു എന്നവിടെ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ചോദിച്ചു. മറ്റൊന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു, ജീവദായകനെ. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ നമ്മളത് ഗിവർ ഓഫ് ലൈഫ് എന്ന് തന്നെയാണ്, ജീവദായകൻ. മലയാളത്തിൽ നമ്മൾ ജീവനായകൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പൈനിയർ ഓഫ് ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ജീവനായകനെ അല്ലെങ്കിൽ ജീവദായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അപ്പൊ ഈ 4 നിലകളിൽ നിങ്ങൾ യേശുവിനോട് പെരുമാറി എന്നിവിടെ പത്രോസ് അവരോട് പറയുകയാണ്. നിങ്ങളുടെ അടുക്കൽ വന്ന ഈ ദൈവത്തിന്റെ ദാസനായ യേശുവിനോട് നിങ്ങൾ കാണിച്ച 4 വിധത്തിൽ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു. നിങ്ങൾ കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, അവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, ജീവദായകനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, അതെ, നിങ്ങൾ ഒരു കുലപാതകനെ അവന് പകരമായി നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ജീവദായകനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. നോക്കുക, എന്നാൽ താഴോട്ട് പറയുന്നു 14-ാം വാക്യത്തിൽ, പരിശുദ്ധനും നീതിമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. എന്നാൽ അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകും. നോക്കുക, ഈ മുടന്തനായ മനുഷ്യന്റെ സൗഖ്യവും അപ്പോസ്തലന്മാരിലേക്കുള്ള അവരുടെ നോട്ടത്തെ എല്ലാം മാറ്റി കർത്താവിങ്കിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. നിങ്ങൾ എന്താണ് ചെയ്തത്? യേശുവിനോട് നിങ്ങൾ ചെയ്ത 4 കാര്യങ്ങൾ അത് വ്യക്തമാക്കിക്കൊണ്ട്
യേശുവിൽ കൂടെ പിതാവായ ദൈവം എന്താണ് ഈ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് പത്രോസ് ഇവിടെ ശ്രമിക്കുകയാണ്. അപ്പൊ നോക്കുക, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് അവിടെ പത്രോസ് ആദ്യമായി സംസാരിക്കുകയാണ്. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അടുത്തത് നോക്കുക, വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ജനമെല്ലാം ഈ മനുഷ്യനുണ്ടായ ഈ അത്ഭുതം, അല്ലെങ്കിൽ അവൻ നടക്കുവാൻ തുടങ്ങി, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആശ്ചര്യം കൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ അവരുടെ മുമ്പിൽ പത്രോസ് വരച്ചു കാണിച്ചിട്ട് പറയുന്നു, ഈ യേശുവിന്റെ നാമത്താൽ, നോക്കിയേ, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അതൊന്നുകൂടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നോക്കിയേ, അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അപ്പോൾ സാക്ഷാൽ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ. യേശുവിന്റെ നാമം നമുക്കറിയാം, പിതാവായ ദൈവം നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നാമമാണ് യേശുവിന്റെ നാമം. ആ നാമത്തിലുള്ള വിശ്വാസത്താൽ. രണ്ട്, ആ 16-ാം വാക്യത്തിൽ ഒന്നുകൂടെ പത്രോസ് അതിനെ രണ്ടായി തിരിച്ചു പറയുന്നുണ്ട്. അവന്റെ നാമത്തിലുള്ള വിശ്വാസവും അവൻ മുഖാന്തരമുള്ള വിശ്വാസത്താൽ. നോക്കുക, അപ്പോൾ യേശുവിന്റെ നാമം വിശ്വസിക്കത്തക്ക ഒരു നാമമാണ്. അതിൽ ഏതൊരു വ്യക്തിയും ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരമായി അവൻ ജീവനിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു ആശയം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശ്വാസത്താൽ, യേശു ക്രിസ്തു മുഖാന്തരമുള്ള വിശ്വാസത്താൽ അവന് ഈ സൗഖ്യം വരുവാനായിട്ട് ഇടയായി തീർന്നു എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസം എന്നുള്ള കാര്യം അവിടെ പത്രോസ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പത്രോസ് അവിടെ പറഞ്ഞു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. മറ്റൊന്ന്, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ഇവൻ ആരോഗ്യം പ്രാപിപ്പാൻ, അല്ലെങ്കിൽ ഇവൻ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായി. അവൻ മുഖാന്തരമുള്ള വിശ്വാസത്താൽ ഇവന് സൗഖ്യം വന്നു എന്ന് പത്രോസ് അവിടെ സ്ഥാപിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക സഹോദരന്മാരെ, ആ ആ ആ ആ വരികയും ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള പത്രോസിന്റെ വിശദീകരണങ്ങൾ പിന്നെയും തുടരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇതിനിടയിൽ 17-ാം വാക്യത്തിൽ പത്രോസ് അവരോട് സംബോധന ചെയ്തു പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ച് നമുക്കറിയാം, കർത്താവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൊടുക്കുമ്പോഴെല്ലാം പല നിലയിലുള്ള പേരുകൾ യേശുവിന് ഇവിടെ പത്രോസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആരംഭത്തിൽ കണ്ടു, പരിശുദ്ധനെന്നും നീതിമാനെന്നും അതുപോലെ ദൈവത്തിന്റെ ദാസനെന്നും ഒക്കെയുള്ള പദപ്രയോഗങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്, ഉയർപ്പിനെ കുറിച്ചുള്ള സൂചനയുണ്ട്. അതുമാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവന്റെ നാമത്തിലെ വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നോക്കിയേ, അതിന്റെ ആരംഭ വാക്യങ്ങൾ തൊട്ട് പത്രോസിന്റെ സംഭാഷണങ്ങളിലെല്ലാം പത്രോസ് യേശുവിനെ ജനത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന പ്രധാനപ്പെട്ട ചില ടൈറ്റിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെയെല്ലാം കർത്താവിന്റെ ആ പ്രവൃത്തിയുടെ പൂർണ്ണത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പത്രോസ് അത് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയിട്ട് നമുക്ക് 1-2 ടൈറ്റിൽസ് ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. 17-ാം വാക്യം വരാം. നസ്രയനായ യേശു, അത് പത്രോസ് ആരംഭത്തിൽ ഉപയോഗിച്ചൊരു ടൈറ്റിലാണ്, നസ്രയനായ യേശു. ഇനി നോക്കിയാട്ടെ അതിന്റെ 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 13-ാം വാക്യം,
തൻ്റെ ദാസനായ യേശുവിനെ, ഗോഡ് സെർവൻ്റ് എന്നുള്ള പദം യേശുവിന് ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കറിയാം, അതിന് പഴയ നിയമ ഉദ്ധരണികൾ ധാരാളം നമുക്കതിനോട് ചേർന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മാത്രമല്ല, അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കുന്ന സഫറിങ് സെർവൻ്റ്, അല്ലെങ്കിൽ കഷ്ടമനുഭവിക്കുന്ന ഒരു ദാസനായിട്ട് പത്രോസിലൂടെ പല ആവർത്തി കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളതിൻ്റെ 26-ാം വാക്യം കൂടെ നോക്കിയേ. ദാസൻ എന്നുള്ള പദം, ദാസനായ യേശു. അപ്പൊ ഈ പദപ്രയോഗം പത്രോസ് ആവർത്തിച്ച് യേശുവിന് ഉപയോഗിക്കുന്നുണ്ട്. അതിനെല്ലാം ഓരോ അർത്ഥങ്ങളുമുണ്ട്. 4-ാം അധ്യായം 27-ാം വാക്യം നോക്കിയാട്ട്, 4-ാം അധ്യായം 27-ാം വാക്യം. നിന്റെ പരിശുദ്ധദാസൻ, യേശു എന്ന നിന്റെ പരിശുദ്ധദാസൻ. അതിന് 30-ാമത്തെ വാക്യം കൂടെ. അപ്പോൾ നോക്കുക, ദാസൻ എന്നുള്ള പദപ്രയോഗം യേശുവിന് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഒന്നാമത് 6-ാം വാക്യത്തില് നസ്രേനായ യേശു, രണ്ടാമത് ദൈവത്തിന്റെ ദാസനായ യേശു എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ യെശയ്യാപ്രവചനം 52-ാം അധ്യായം 53-ാം അധ്യായങ്ങളൊക്കെ നമ്മൾ കഷ്ടമനുഭവിക്കുന്ന ഒരു ദാസൻ, ജനത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദാസൻ എന്നുള്ള ആ പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും 14-ാം വാക്യം നോക്കിയാട്ടെ, 3-ന്റെ 14-ാം വാക്യം. പരിശുദ്ധനും നീതിമാനുമായവൻ. പരിശുദ്ധനും നീതിമാനുമായവൻ യേശുവിന് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ടൈറ്റിലാണ്, പരിശുദ്ധനും നീതിമാനുമായവൻ. 15-ാം വാക്യം. ജീവനായകൻ, 14-ന്റെ ഒടുവിലാണ്. ജീവനായകൻ എന്ന് പത്രോസ് യേശുവിന് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ദ ഓതർ ഓഫ് ലൈഫ് എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ജീവനായകൻ. ഇനിയും 22-ാം വാക്യം. 22-ാം വാക്യം നോക്കിയാട്ടെ. എന്നെ പോലൊരു പ്രവാചകനെ, യേശുവിനെ പ്രവാചകനെന്ന് മോശ സംബോധന ചെയ്ത ആ പ്രവചനത്തിന് നിവൃത്തിയായിട്ട് ഇവിടെ പത്രോസ് കോട്ട് ചെയ്ത് പറയാണ്, അവനെ പ്രവാചകനെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നോക്കുക, ഈ ടൈറ്റിൽസ് എല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിർവഹിച്ചതായ ആ രക്ഷണ്യ പ്രവൃത്തിയുടെ പൂർണ്ണത ഈ ടൈറ്റിൽസിലെല്ലാം കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനുവേണ്ടി ഇറങ്ങി വന്ന് കഷ്ടം സഹിക്കുന്ന ഒരു ദാസനായി, ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുവാനായിട്ട് താൻ കഷ്ടം സഹിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദൈവഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, താഴോട്ട് നമ്മൾ അതിൻ്റെ ഓരോ ടൈറ്റുകളുടെ വിശദീകരണങ്ങൾ നമുക്ക് ധാരാളം അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് പിന്നാലെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അതിൻ്റെ ഒടുവിൽ വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഇനി അതിൻ്റെ 4-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ നമ്മൾ വിട്ടുപോയി. 4-ന്റെ 11-ാം വാക്യത്തിൽ മറ്റൊരു നാമം കൂടെയുണ്ട്. വീട് പണിയുന്നവരായ നാം തള്ളിക്കളഞ്ഞിട്ട് മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ. അപ്പൊ മൂലക്കല്ല് എന്നുള്ളൊരു പദം യേശുവിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് യേശുവിന്റെ നാമം, പത്രോസ് ജനത്തിന്റെ മുമ്പാകെ യേശുവിന്റെ നാമത്തെ ഉയർത്തുകയാണ്. ആ യേശുവിന്റെ നാമം ഈ പറഞ്ഞ ടൈറ്റുകളിലെല്ലാം കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്, യേശു രക്ഷിക്കുവാൻ പ്രാപ്തനാണെന്ന് പത്രോസ് ഉപയോഗിച്ച ഈ ടൈറ്റിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ജനത്തെ അത് വ്യക്തമാക്കി കൊടുക്കുവാനായിട്ട് പത്രോസ് ശ്രമിക്കുകയാണ്. നമ്മൾ യേശുക്രിസ്തു അതുല്യനാണ്, യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യേശു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി അവൻ അതുല്യനായി ക്രിസ്തുവാണെന്ന് തെളിയിക്കുന്ന അനുഗ്രഹീതമായൊരു ഭാഗമാണ് വാസ്തവത്തിൽ പത്രോസിൻ്റെ ഈ പ്രസംഗത്തിലെ ആ ടൈറ്റിലുകൾ തന്നെ. അതിന് ധാരാളം ഉദാഹരണം നമുക്ക്, അല്ലെങ്കിൽ ധാരാളം അത് മതിയായതാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ കഷ്ടാനുഭവം, യേശുവിൻ്റെ മഹത്വം, ഉയർപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യേശുവിൻ്റെ സ്വഭാവം, ദാസരൂപമെടുത്ത് വന്നതിനെക്കുറിച്ച്, യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് യേശു പിതാവായി ദൈവത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, ജനത്തെ വീണ്ടെടുക്കുന്ന ദൈവിക പദ്ധതി, ഇതെല്ലാം പത്രോസിൻ്റെ ആ പ്രസംഗങ്ങളിൽ താൻ ഉപയോഗിച്ച ആ ടൈറ്റിലുകളിലെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് പറഞ്ഞിട്ട് പത്രോസ് ജനത്തെ നോക്കി പറയുന്ന, ജനത്തെ സംബോധന ചെയ്ത് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ 17-ാം വാക്യത്തിൽ വായിച്ചത്. ഇതെല്ലാം അവരോട് പറഞ്ഞു വിശദീകരിച്ച് കർത്താവിനെ കുറിച്ചെല്ലാം പറഞ്ഞു വന്നിട്ട് അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, അവരെ സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ പത്രോസിനറിയാം നിങ്ങൾ എങ്ങനെയാണ് യേശുവിനെ തിരസ്കരിച്ചത്. 4 കാര്യങ്ങൾ പറഞ്ഞു.
4 വിധത്തിൽ നിങ്ങൾ യേശുവിനെ, നിങ്ങളുടെ ഇടയിലേക്ക് വന്ന ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. 4 കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്. നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ കർത്താവിനെ അവരുടെ മുമ്പാകെ വരച്ചു കാട്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് അവനെ കൈക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അവനെ മരണത്തിന് ഏൽപ്പിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ അറിയായ്മ കൊണ്ടാണ് നിങ്ങളത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ ചെയ്ത കുറ്റത്തെ എക്സ്ക്യൂസ് ഒരു 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 ഒഴിവുകഴിവ് പറയുകയല്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഇത് ചെയ്തതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നൊരു ആശയത്തിലല്ല പത്രോസ് അത് പറഞ്ഞത്. പിന്നെന്താണ് പത്രോസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, പഴയ നിയമ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 വിധത്തിലാണ് അവർക്ക്. ഒന്ന്, അറിയായ്മയിൽ ചെയ്യുന്ന തെറ്റുകളുണ്ട്. അത് യഹൂദന്മാർക്ക് നല്ലപോലെ അത് അറിയാം. കാരണം ദൈവം അവർക്ക് കൊടുത്ത പ്രമാണത്തിൽ അറിയാതെ തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഒത്തിരി ഭേദഭാവം ഉണ്ടെങ്കിൽ ഒരു ഭേദഭാവം നോക്കിയാട്ടെ. സംഖ്യാപുസ്തകത്തിൽ ദൈവം അവർക്ക് കൊടുത്ത പ്രമാണത്തിൽ അതിൻ്റെ 15-ാം അധ്യായം 27-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ ഒരു ഉദാഹരണം കാണുന്നുണ്ട്. അതായത് അറിയായ്മ കൊണ്ട് ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ ദൈവം അവർക്ക് ചില വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. 15-ാം അധ്യായം സംഖ്യാപുസ്തകം 15-ന്റെ ഒരു മനുഷ്യൻ അബദ്ധവശാൽ പാപം ചെയ്താൽ പുരോഹിതൻ അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്ത കർമ്മം അനുഷ്ഠിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. രണ്ട് കാര്യങ്ങളാണ് ഇത്, രണ്ടും ഇവിടെയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ദൈവം തമ്പുരാൻ ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങളിൽ ഒന്ന് അറിയായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റ്. അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും ഇത് അറിയാതെ ചെയ്തതാണ്. യേശുവിനെ അവൻ ജീവദായകനാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ അറിയാതെ ചെയ്തതാണ്. അപ്പോൾ അറിയായ്മ കൊണ്ട് ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിവിധിയുണ്ട്. എന്നാൽ മറ്റൊന്ന് അവിടെ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്യുന്ന പാപം, അല്ലെങ്കിൽ സാരമില്ലെന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ദൈവം അന്ന് പ്രമാണം കൊടുത്തപ്പോൾ വളരെ വ്യക്തമായിട്ടത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ, നമ്മളിപ്പോൾ ഈ വായിച്ച വേദഭാഗം തന്നെ ആവർത്തിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ യഹൂദന്മാർ യേശുവിനോട് ചെയ്തത് അവരുടെ അറിയായ്മയിൽ നിന്നാണ് എന്ന് രേഖപ്പെടുത്തുന്ന വാക്യങ്ങൾ പലതുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ 23-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. 23-ന്റെ 34-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 34. കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയായ്മ കൊണ്ട്, അറിവില്ലായ്മയിൽ അവർ ചെയ്തു. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്, തന്റെ ജീവിതാനുഭവത്തെ കുറിച്ച് പറയുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 8-ാം വാക്യം ഒരാൾ വായിച്ച്. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് അവിടെ സ്ഥാപിക്കുക. തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നോക്കി. 1 തിമോഥെയോസ് 1-ന്റെ 13-ാം വാക്യം പൗലോസിന്റെ സാക്ഷ്യത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അറിയാതെ ചെയ്യുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ വഴിയെന്ന് പറയുന്നത്. അറിവില്ലായ്മയിൽ ചെയ്യുന്നത് ദൈവം നമ്മോട് ക്ഷമിക്കുന്നു, എന്നാൽ കരുതി കൂട്ടി ചെയ്യുന്നത്, അതാണ് ഇസ്രായേലിന് കൊടുക്കുന്ന നിയമങ്ങൾ. നമുക്കത് കാണും. അപ്പം ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് ബന്ധപ്പെടുത്തി യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളുടെ അറിയായ്മ കൊണ്ട് നിങ്ങൾ അവനെ കൊന്നു. 17-ാം വാക്യത്തിൽ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അറിയായ്മ കൊണ്ട് നിങ്ങളിത് ചെയ്തതുകൊണ്ട് പത്രോസ് പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾക്ക് എന്തുണ്ട്? പാപക്ഷമയുണ്ട്. അതൊരു എക്സ്ക്യൂസ് അല്ല, മറിച്ച് നിങ്ങൾക്ക് പാപക്ഷമയ്ക്കുള്ള അവസരം ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അറിയായ്മയിൽ നിന്ന് നിങ്ങളത് ചെയ്തതുകൊണ്ട്
നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരാനുള്ള അവസരമുണ്ട്. അവിടെയാണ് മാനസാന്തരത്തെക്കുറിച്ച് അടുത്ത വാചകത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചാണ് അടുത്ത വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പം നിങ്ങളുടെ അറിയായ്മ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്? പാപക്ഷമയുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ മതി. നിങ്ങളുടെ അറിയായ്മ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആ വാക്യം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. അപ്പോൾ കർത്താവിന് സംഭവിച്ചതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് അവിടെ പത്രോസ് പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങൾ അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ അവനോട് ചെയ്തത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. എന്നാൽ പത്രോസ് പറയാണ്, ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ക്രിസ്തുവിന്റെ മരണം. പത്രോസ് പറയാണ്, ഒന്ന്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് കർത്താവിനോട് നിങ്ങൾ ചെയ്തത് അവനെ നിങ്ങൾ ക്രൂശിച്ചു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. പക്ഷേ ദൈവം അത് അറിയാതിരുന്നില്ല. ദൈവം അറിഞ്ഞു തന്നെയാണ് ഇത് സംഭവിച്ചത്. അവിടെ പറയാണ്, ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് വാസ്തവത്തിൽ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടതെന്നാണ് പത്രോസ് ഇവിടെ സ്ഥാപിക്കുന്നത്. ആകയാൽ 19-ാം വാക്യം വളരെ സവിശേഷതയുള്ളൊരു വാക്യമാണ്. സുവിശേഷത്തോട്, യേശുവിൻ്റെ നാമത്തോട് പ്രതികരിക്കുന്ന, യേശു മുഖാന്തരമുള്ള വിശ്വാസത്താൽ അവങ്കിലേക്ക് അടുത്തു വരുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ കാതലായ ഒരു വാക്യമാണ് 19-ാം വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. അപ്പോൾ പാപക്ഷമയുണ്ട്. നിങ്ങളുടെ അറിവില്ലായ്മയിൽ ചെയ്ത ഈ പാപം ദൈവം ക്ഷമിക്കും. അത് ദൈവം കൊടുത്ത അതേ ഒരു വാഗ്ദത്തമാണ്. അറിവില്ലായ്മയിൽ നിങ്ങൾ ചെയ്തത് ദൈവം നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. ആ പദം അവിടെ വെച്ചിരിക്കുന്നത് പത്രോസ്. അപ്പോൾ കർത്താവിനെ ഒരുവൻ അറിയുമ്പോൾ, നമ്മൾ സാധാരണ പറയാറുണ്ട്, യേശുവിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ അവന് എത്ര തന്നെ നിഷ്ഠൂരനായിരുന്നാലും, അവൻ്റെ മുൻകാല ജീവിതം എത്ര തന്നെ ഇരുളടഞ്ഞതായിരുന്നാലും, ഏതെല്ലാം പാപപ്രവൃത്തിയിൽ അവൻ ജീവിച്ച വ്യക്തിയായിരുന്നാലും, ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കുറവുകളെ അവൻ സമ്മതിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ വരുമ്പോൾ, അവൻ മാനസാന്തരപ്പെടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവൻ്റെ പാപങ്ങളെ മായിച്ചു കളഞ്ഞ ആ പദം വെച്ചിരിക്കുന്നില്ലേ, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്. വേദപുസ്തകത്തിൽ അത് പല ആവർത്തിയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 2-3 പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദം ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മറ്റൊരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ പദം വൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തുടച്ചു കളയുക എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം ഒരാളൊന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 7-ന്റെ 17-ാമത്തെ വാക്യം. കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അതേ സെയിം വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളുടെ ഭാഗ്യകരമായ പദവിയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണുനീരെല്ലാം തുടച്ചു കളയുക. തുടച്ചു കളയുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിമിഷ നേരത്തേക്കിന് നമ്മുടെ കണ്ണുനീര് ആ വെള്ളത്തുള്ളികൾ എടുത്തു മാറ്റുക എന്നുള്ളതല്ല, എന്നേക്കുമായി നമ്മുടെ ദുഃഖത്തെ നീക്കുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതന്നെയാണ് കർത്താവ് അവരുടെ പാപങ്ങളെ മായിച്ചു കളഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നേക്കും ആ പാപങ്ങളെ അവൻ ഓർക്കാതെ, അല്ലെങ്കിൽ ആ പാപക്ഷമ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 21-ാം വാക്യം നോക്കിയാൽ, 21-ാം അധ്യായം നോക്കിയാട്ടെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം കൂടെ. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഒരു അനുഭവത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. നൈമിഷികമായ ഒരു പ്രവൃത്തിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവരുടെ പാപത്തെ എന്നേക്കുമായി മായിച്ചു കളയുമെന്ന് പറയുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് അവർക്ക് നൽകുന്ന പാപക്ഷമയുടെ അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. നോക്കിയാട്ടെ, അതിൻ്റെ 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലും ആ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം.
വേദപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ, ആ മായിക്കുക എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന 1-2 പ്രധാന ഭാഗങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നത്. മായിച്ചു കളയാതെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ആശയം? ഈ വില്യം ബാർക്ലേ എന്ന് പറയുന്നൊരു വേദ പണ്ഡിതൻ പറഞ്ഞ ഒരു ചിന്താഗതിയാണ്. ഈ ദൈവവചനം എഴുതുന്ന കാലയളവിൽ, അല്ലെങ്കിൽ പണ്ടുള്ള കാലയളവിൽ അവരുപയോഗിച്ചിരിക്കുന്ന മഷിക്ക് നമ്മുടെ ഇന്നത്തെ പോലുള്ള ആസിഡ് കണ്ടൻസ് കുറവായിരുന്നു. ആസിഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മഷി ഒരു പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ പതിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. അങ്ങനെയുള്ള ഇങ്ക് ഇന്ന് ലഭ്യമാണല്ലോ. നമ്മുടെ സാധാരണയുള്ള ഇങ്ക് തന്നെ അതിൽ നമ്മുടെ വസ്ത്രത്തിൽ അത് വരച്ചാൽ അത് മാറാൻ ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ അന്ന് അങ്ങനെയല്ല, അന്ന് ആസിഡ് കണ്ടന്റ് ഇല്ല. അത് പാപ്പറസിൻ്റെ മുകളിൽ മാത്രമേ ഇങ്ങനെ വരച്ചു വെക്കുകയുള്ളൂ. അപ്പോൾ അവർ സാധാരണ അത് തൂക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു സ്പോഞ്ച് എടുത്ത് ഒരു വെള്ളം എടുത്ത് അത് തുടച്ച് കളയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാഞ്ഞു പോകും. ഇതേ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പാപക്ഷമ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക. പഴയ നിയമത്തിലെ യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ മനുഷ്യന്റെ പാപക്ഷമയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. യെശയ്യാ നമുക്ക് നൽകുന്ന പാപക്ഷമയെക്കുറിച്ച് തന്നെ 43-ാം അധ്യായം 25-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല വേദഭാഗങ്ങളിൽ ഒരു ഭാഗം മാത്രം നമുക്ക് നോക്കാം. നിന്റെ അതിക്രമങ്ങളെ ഞാൻ മായിച്ചു കളയുന്നു. അപ്പോൾ 19-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ദൈവമക്കളെ, ഒരുവൻ കർത്താവിലേക്ക് വരുമ്പോൾ അവന്റെ പാപപ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അവനത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അവന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് അവൻ വരുമ്പോൾ അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതിനെ അവൻ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ മായിച്ചു കളയുന്നു എന്നുള്ള പദമാണ്. അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ അവരുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ട് മാനസാന്തരത്തിന്റെ ആവശ്യകതയും ആ മാനസാന്തരത്താൽ നിങ്ങൾക്കുളവാകുന്ന അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞ് അവസാനിപ്പിച്ചാണ് ആ പ്രസംഗത്തിന് പത്രോസ് അടിവരയിടുന്നത്. അപ്പോൾ ഒന്നാമത് മാനസാന്തരം, ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, ഒരുവൻ കർത്താവിലേക്ക് വരുമ്പോൾ അവൻ ഏത് സാഹചര്യത്തിൽ പിറന്നവനായിരുന്നാലും, ഏതെല്ലാം ദോഷപ്രവൃത്തിയിലൂടെ അവന്റെ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നാലും, അവന്റെ അറിവില്ലായ്മയിൽ അവൻ ചെയ്തത് ദൈവം അവനോട് ക്ഷമിക്കുക മാത്രമല്ല, എന്നേക്കുമായി അവൻ മായിച്ചു കളഞ്ഞ് തന്റെ പൈതലായി യേശു അവനെ സ്വീകരിക്കുന്നു എന്നുള്ളത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ദൈവമക്കളെ. ആമേൻ. ഒരു മനുഷ്യന്റെ പാപത്തെ അങ്ങനെ മായിച്ചു കളയാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുമ്പോൾ അവന്റെ പഴയ ജീവിതം അല്ലെങ്കിൽ അവന്റെ പാപപ്രവൃത്തികളെ കർത്താവ് മായിച്ചു കളയുക മാത്രമല്ല, രണ്ടാമതൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് ആ വാക്യത്തിനകത്തുണ്ട്. നോക്കിയേ. ആശ്വാസകാലങ്ങൾ വരികയും മതി. അപ്പോൾ ഇത് ഒരേപോലെ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ പാപത്തെ മായിച്ചു കളയുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ആ പദം നിങ്ങളത് ശ്രദ്ധിക്കണേ. ആശ്വാസകാലങ്ങളില്ലേ, കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ. അതിന് അതിന്റെ ഗ്രീക്ക് വേർഡിന് കൊടുത്തിരിക്കുന്ന മീനിങ് റെസ്റ്റ്, റിലീഫ്, റെസ്പൈറ്റ്, റിഫ്രഷ്മെന്റ് എന്നൊക്കെയാണ്. അതായത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അവന്റെ പാപത്തെ അല്ലെങ്കിൽ അവന്റെ പാപത്തെ കർത്താവ് മായിച്ച് കളയുന്നതോടൊപ്പം തന്നെ അവനിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു പുതുജീവൻ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഭാഷ ഒരു റിഫ്രഷ്മെന്റ് അവനിൽ ഉണ്ടാകുന്നുണ്ട്. ആത്മീയമായൊരു പുതുജീവനിലേക്ക് അവൻ കടക്കുകയാണ്. വാസ്തവത്തിൽ കേവലം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇതെല്ലാം എടുത്തൊരു ശൂന്യാവസ്ഥയിലേക്കല്ല അവനെ നയിക്കുന്നത്. അവന്റെ ഉള്ളിൽ അവനെ അടിമപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ അവന്റെ അറിവില്ലായ്മ കൊണ്ട് അവൻ വിധേയപ്പെട്ടിരുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് അവൻ മോചിതനായി തീരുമ്പോൾ അവൻ ആരായി മാറുന്നു? സൈമൾട്ടേനിയസ് ആയിട്ട് അവന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ത്? അവനിലേക്ക് ഒരു പുതുജീവൻ വരികയാണ്. ആ പദത്തിന്റെ അർത്ഥം അതാണ്, ആശ്വാസകാലങ്ങൾ വരിക. അതിന്റെ ഗ്രീക്ക് വേർഡ് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിഫ്രഷ്മെന്റ് ഓഫ് അവർ സ്പിരിറ്റ് എന്നാണ്. നമ്മുടെ അന്തരാത്മാവിൽ ഒരു പുതുജീവൻ കർത്താവ് നമുക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് യേശുവിനെ കൈക്കൊള്ളുന്നവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവം എന്ന് പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുക മാത്രമല്ല, മായിച്ചു കളക മാത്രമല്ല, യേശുവിനെ കൈക്കൊള്ളുന്നൊരു വ്യക്തിയിൽ അവൻ എന്ത് നൽകുന്നു? അവന്റെ ഉള്ളിൽ ഒരു പുതുജീവൻ ആരംഭിക്കുകയാണ്. യേശുവിനോട് ചേർന്നൊരു ജീവിതം അവൻ ആരംഭിക്കുമ്പോൾ അവന്റെ ജീവിതം, അവന്റെ ഉള്ളത്തിൽ, അവന്റെ ആത്മാവിൽ ഒരു പുതുക്കം അവന് ലഭിക്കുകയാണ്. ഒരു പുതുജീവിതത്തിലേക്ക് അവൻ നയിക്കപ്പെടും. ഇത് രണ്ടും ഒരേപോലെ സംഭവിക്കുന്നു. അതാണ് മാനസാന്തരത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം എന്ന് നമുക്ക് കാണും. 3 അനുഗ്രഹങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 3 അനുഗ്രഹങ്ങളൂടെ പറഞ്ഞാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, അവന്റെ പാപത്തെ എന്നേക്കുമായി മായിച്ചു കളയുന്നു, വൈപ്പ് ചെയ്ത് കളയുന്നു. വൈപ്ഡ് ഔട്ട് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നു. മായിച്ചു കളയുന്നു. ഇതിന്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചു. 2,
അതേ സമയത്ത് തന്നെ അവന്റെ ഉള്ളിൽ എന്തുണ്ടാകുന്നു? ആശ്വാസകാലങ്ങൾ. മലയാളത്തിൽ അത് നമുക്ക് അതിന്റെ അർത്ഥം അത്ര വ്യക്തമല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം ഇതാണ്: നമ്മുടെ അന്തരാത്മാവിൽ ഉണ്ടാകുന്ന, ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ആ പുതുജീവനെ കുറിച്ചാണ് കാണുന്നത്. മൂന്നാമതൊരു അനുഗ്രഹം കൂടെ ഉണ്ട്. മാനസാന്തരപ്പെടുന്ന വ്യക്തിക്കുള്ള മൂന്നാമത്തെ അനുഗ്രഹം എന്നാണ്. അടുത്ത വാക്യം വായിച്ചേ. ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അടുത്ത വാക്യം കൂടെ വായിച്ചെങ്കിലേ അത് വ്യക്തമാകത്തുള്ളൂ. എന്താണ് അയക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവം ലോകാരംഭം മുതൽ യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എവിടെ ഇരിക്കുകയാണ്? സ്വർഗത്തിലിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പദം പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത കാര്യങ്ങളൊക്കെ യഥാസ്ഥാനത്താകുന്ന ഒരു കാലം തികയുവാനായിട്ട് അടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം അവൻ എന്ത് ചെയ്യണം? സ്വർഗം അവനെ കൈക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് യഥാസ്ഥാനത്താകുന്നൊരു സമയമുണ്ട്, അവൻ വീണ്ടും വന്ന് നമ്മളെ ചേർക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ പ്രസംഗത്തിനകത്തെ ഈ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന 3 അനുഗ്രഹങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അവന്റെ പാപത്തെ തുടച്ചു നീക്കുന്നു. അവന്റെ അന്തരാത്മാവിൽ ഒരു റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ ആശ്വാസ കാലങ്ങൾ അവന് ദൈവം നൽകുന്നു. 3, അവനെ കൈക്കൊള്ളുവാൻ കർത്താവ് വീണ്ടും വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനൊരു സമയം അവിടെ പറയുന്നുണ്ട്. അതെന്താണെന്നാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ ആ വാക്യം ഒന്നുകൂടെ വായിച്ച, യേശുവിനെ നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കും. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കും. അല്ലെങ്കിൽ യേശു മടങ്ങി വരും, അയക്കും. അതിനൊരു കാലക്കണക്കുണ്ട്. ആ കാലക്കണക്ക് ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം. ആ യഥാസ്ഥാപനം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മുന്നോട്ട് ദൈവജനം പഠിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഈ ലോകം യഥാസ്ഥാനപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? കർത്താവ് തന്നെ അതിനുപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളുണ്ട്. 1-2 വാക്കുകൂടെ വായിച്ച് നമുക്ക് അത് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. ഈ ലോകത്തിന്റെ യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ലോകത്തിനൊരു യഥാസ്ഥാപനമുണ്ടോ? അല്ലെങ്കിൽ ഈ ലോകത്തിന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നവരാണെങ്കിലും ഈ വേദഭാഗത്തോട് ചേർന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും എന്ത് ചെയ്യണം? യഥാസ്ഥാനത്താകണം. അതിന് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം മത്തായി 19:28 ഒരാൾ വായിച്ചാട്ടെ. എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനം, റീജനറേഷൻ എന്ന് കൊടുത്തു, പുനർജനനം എന്നൊരു പദം കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. പുനർജനനത്തിങ്കൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, ദൈവമക്കളെ, കർത്താവിന്റെ മടങ്ങി വരവിൽ ആത്യന്തികമായി ദൈവമക്കൾക്കുണ്ടാകാൻ പോകുന്ന ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യത്തിൽ കേവലം മനുഷ്യ കുലത്തിനു വേണ്ടി മാത്രമല്ല, റോമർ 8:19 നമ്മളിങ്ങനെ വായിക്കുന്നു. അതോടൊന്ന് വായിച്ചേ. റോമാലേഖനം 8:19. നമുക്കറിയാം ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഒക്കെ വെളിപ്പാടിനെ, അപ്പൊ ആ റെവലേഷന് വേണ്ടി, ആ വെളിപ്പാടിനു വേണ്ടി, ആ യഥാസ്ഥാനത്വത്തിനു വേണ്ടി ആകാംക്ഷയോടെ സൃഷ്ടി കാത്തിരിക്കുന്നുവെന്ന് പൗലോസ് റോമാലേഖനത്തിൽ ഓർപ്പിക്കുന്നു. പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിലേക്ക് വന്നാട്ടെ. നമ്മൾ ഈ പദത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനാണ് ഈ വാക്യങ്ങൾ വായിക്കുന്നത്. ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഈ ലോകത്തിനുണ്ടാകാൻ പോകുന്ന യഥാസ്ഥാനം, വിശുദ്ധന്മാർക്ക് ഉണ്ടാകാൻ പോകുന്ന യഥാസ്ഥാനം, ഈ ദൈവത്തിന്റെ സൃഷ്ടിക്കുണ്ടാകാൻ പോകുന്ന യഥാസ്ഥാനം, ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപ്പാട് പുസ്തകം 21:5 തന്നെയാണ് പറയുന്നത്. 21:5 വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 21:5 വാക്യം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാൻ, പത്രോസിന്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത്. 21:5. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇതാ സകലവും എന്ത് ചെയ്യുന്നു?
പുതുതാക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇതാ ഞാൻ സകലവും പുതുതാക്കും. പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി അരുളി ചെയ്തതിനെയൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ചുരുക്കി പറഞ്ഞാൽ പത്രോസിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗം യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ആളുള്ള സന്ദേശം അവർ കൊടുക്കുന്നത്. നിങ്ങൾ അറിയായ്മയുടെ കാലത്ത് അവനെ കൊന്നുകളഞ്ഞു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞുകൊള്ളുക. 3 അനുഗ്രഹങ്ങൾ ആ മാനസാന്തരത്തിന് അനന്തരമായി അവർക്ക് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. 1, യേശു നിങ്ങളുടെ പാപങ്ങളെ മായിച്ചു കളയുന്നു. 2, യേശുവിന്റെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസ കാലങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. ആ പാപം മായിച്ചു കിട്ടിയ ഹൃദയത്തിനുണ്ടാകുന്ന ആ പുതുജീവിതത്തിന്റെ അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 3, യേശു മടങ്ങി വരും. തന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ദൈവസന്നിധിയിൽ നമ്മെ ചേർക്കുവാൻ യേശു മടങ്ങി വരുമെന്നുള്ള അനുഗ്രഹീതമായ ആ പ്രോമിസ് അവിടെ നൽകിക്കൊണ്ടാണ് പത്രോസിന്റെ പ്രസംഗം അവസാനിക്കുന്നത്. അവസാനത്തെ 3-5 വാക്യങ്ങളിലൂടെ നമ്മൾ സവിസ്തരം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. പത്രോസ് ഇത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, സാധാരണ നമുക്കറിയാം ഒരു പ്രസംഗത്തിൻ്റെ കൺക്ലൂഷനൊക്കെ വരുമ്പോൾ പ്രസംഗശാസ്ത്രത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒന്നുകിൽ ഒരു കഥയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു വന്ന സംഭവത്തോട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു ഇല്ലുസ്ട്രേഷനൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. പത്രോസിൻ്റെ ഈ പ്രസംഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് 3 പഴയ നിയമ ഉദ്ധരണികൾ പറഞ്ഞിട്ടാണ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ കാതലായ വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടു. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം. ആ പാപക്ഷമ ലഭ്യമാണ്. യേശു ക്രിസ്തുവിൽ പാപക്ഷമ ലഭ്യമാണ്. ആ മാനസാന്തരത്തിൻ്റെ അനന്തരഫലമായി 3 അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നു. 1, പാപം എന്നേക്കുമായി അവൻ തുടച്ചു കളയുന്നു. 2, മറന്നുപോകരുത്, ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ദൈവമക്കളെ ഈ വചനത്തിൻ്റെ ആ സത്യം ഗ്രഹിച്ച് അവൻ്റെ സാക്ഷികളാകുവാൻ പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ അവൻ്റെ സാക്ഷികളാകുന്നു. ഒരു മനുഷ്യന് വാഗ്ദത്തം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പാപക്ഷമയാണ്. അവൻ്റെ പാപത്തെ എന്നേക്കുമായി മായ്ച്ചു കളയുന്നു. 2, അവൻ്റെ ഉള്ളിൽ ഒരു പുതുജീവിതം ആരംഭിക്കുവാനുള്ള അതേ ദൈവത്തിൻ്റെ പ്രസാദകാലം അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ആശ്വാസകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 3, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിയവരുടെ പ്രത്യാശ അവൻ്റെ ഉള്ളത്തിൽ ദൈവം നൽകുന്നു. എത്ര അനുഗ്രഹീതമായ അനുഗ്രഹമാണ് യേശു ക്രിസ്തുവിനോട് ഒരുവൻ ലഭിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ 3 പ്രധാന ഉദ്ധരണികൾ പത്രോസ് എടുത്തിവിടെ പറയുന്നുണ്ട്. അത് 3 ഞാൻ വേഗം ഒന്ന് പറയുക, ദൈവം അനുവദിച്ചാൽ നമുക്ക് അതിനൊരു വിശദീകരണം ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം 1, അതിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ ദൈവമായ കർത്താവ്, വേഗം ഒന്ന് വായിച്ചാട്ടെ. പഴയ നിയമത്തിലെ 3 ഉദ്ധരണി, അതിൽ 1-ാമത് പറയുന്നു ദൈവമായ കർത്താവ്. ഇത് വളരെ ചിന്തനീയമാണ്. പത്രോസ് പഴയ നിയമത്തിലെ 3 കാലഘട്ടത്തിലുള്ള 3 പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞിട്ട് പറയണം, ഇവരെല്ലാം യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊരു വ്യക്തിയെക്കുറിച്ച്, അന്നുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ ആ പഴയ കാലഘട്ടങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ, 1 മോശ പറഞ്ഞ കാര്യം, പിന്നെ 2-ാമത് ശമൂവേലിനെ കുറിച്ചാണ് പറയുന്നില്ലേ, 24-ാം വാക്യം ശമൂവേൽ ആദ്യ. അപ്പൊ ഇത് 2-3 കാലഘട്ടങ്ങളെ കുറിക്കുന്ന പ്രവാചകന്മാരാണ്. മോശ നമുക്കറിയാം ആദ്യമേ ഉള്ള ആളാണ്. മോശ തന്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അത് മോശ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. നോക്കുക, അതിന്റെ നിവൃത്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പത്രോസ് പറയുക. 24-ാം വാക്യത്തിൽ പറയുന്നു ശമൂവേൽ. നമുക്കറിയാം ശമൂവേൽ പ്രവാചകൻ ദാവീദിന്റെ സിംഹാസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാജവാഴ്ചയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇസ്രായേലിന് നൽകിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ദാവീദിന്റെ വംശാവലിയിൽ നിന്ന് വരുവാനുള്ള ഒരു രാജാവിനെ കുറിച്ചുള്ള പ്രവചനം. അപ്പം മോശ പറഞ്ഞ കാര്യം, മോശ പ്രവചിച്ചത്, അതുപോലെ ശമൂവേൽ അവരോട് പ്രവചിച്ചു പറഞ്ഞ ദൈവത്തിന്റെ അള്ളപ്പാടുകൾ. ഇനി അതുമാത്രമാണോ? 25-ാം വാക്യത്തിൽ വരുമ്പോൾ ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ കാര്യം. ഇത് 3 നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ 3 കാലഘട്ടമാണ്. ദൈവം കൂടെ ശ്രദ്ധിച്ചു നോക്കുകയും പത്രോസ് യേശുവിനെ അവരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കേവലം ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടന്നൊരു ഒരു ചെറിയ സംഭവമായിട്ടല്ല, മറിച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പേ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ അതിന്റെ നിവൃത്തിയായിട്ടാണ് സാക്ഷാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നോക്കി. അതിന്റെ ഒടുവിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് 26-ാം വാക്യം, നിങ്ങൾക്കാദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച്
ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ. പാപക്ഷമ മാത്രമല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ ഒരു വശം ഇവിടെ പറയുന്നുണ്ട്. വളരെ വിശദീകരണം ആവശ്യമുള്ള ഒരു പദമാണ് അവിടെ. ഓരോരുത്തനെ അവന്റെ അതിക്രമങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്. അവിടെ എന്താണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ അനുഗ്രഹത്തിന്റെ നിർവചനം അവിടെയുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപക്ഷമയും ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന നീതീകരണവുമാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പത്രോസ് അവിടെ സ്ഥാപിക്കുകയാണ്. രാത്രി ദൈവമക്കളെ, അതിന് പത്രോസ് എടുക്കുന്നത് മോശ തുടങ്ങി ശമൂവേൽ തുടങ്ങി പഴയ നിയമ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി യേശുവിനെ കുറിച്ച് പറഞ്ഞതായ ശ്രേഷ്ഠമേറിയ പ്രവചനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആമേൻ പത്രോസ് പറയുകയാണ്, ഇതിന്റെ നിവൃത്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ യേശു ക്രിസ്തുവിലൂടെ സാക്ഷാൽ പാപക്ഷമയും നീതീകരണവും കർത്താവ് നിങ്ങൾക്ക്, പിതാവായ ദൈവം നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ പ്രസംഗത്തോടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സുവിശേഷം എന്നാൽ എന്താണ്? ഇന്നും മാനവരാശിയെ അതേ സ്പർശിക്കുവാൻ കഴിയുന്ന ഒരു സത്യമുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു, അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷമാണ്. പത്രോസിന്റെ ഈ 3 പ്രസംഗങ്ങളൂടെ നാം സംക്ഷിപ്തമായി ചേർത്ത് പഠിച്ചാൽ, ദൈവമക്കളെ, നമ്മൾ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവവചനത്തിന്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല. ഇന്നും നമുക്കറിയാം, അതിനുശേഷം അനേക ഇസങ്ങൾ, അനേക തത്വസംഹിതകളൊക്കെ ലോകത്തിലുണ്ട്, ഉടലെടുത്തിട്ടുണ്ടെങ്കിലും മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യജീവൻ അവകാശിയാക്കി തീർക്കുവാൻ, ദൈവസന്നിധിയിൽ അവനെ നീതീകരിക്കുവാൻ പര്യാപ്തമായ ഒന്നും തന്നെ ഈ ലോകത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് സാക്ഷാൽ ദൈവോത്തരനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ ദാസനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, മാനവജാതിക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാനായി താണഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിർവഹിച്ച അവന്റെ കഷ്ടതയും അവന്റെ മഹത്വീകരണവും അവന്റെ ഉയർപ്പും അവന്റെ മടങ്ങിവരവുമാണ് മാനവരാശിയുടെ പ്രതീക്ഷ എന്നുള്ളത്. ഇന്ന് രാത്രിയിൽ ആ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് അവനിൽ നിന്ന് നമുക്ക് ലഭിച്ച പാപക്ഷമയും നീതീകരണവുമാണ്. അതിനായി ദൈവത്തിന് നമുക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്തുകൊണ്ട് പത്രോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ അവന്റെ സാക്ഷികൾ. ദൈവം തരുന്ന ആയുസ്സിന്റെ നാളുകൾ ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ലജ്ജ കൂടാതെ, ദൈവമക്കളെ, തത്വസംഹിതകൾ എത്രയൊക്കെ മനുഷ്യൻ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിയുന്നത് സുവിശേഷം